ഞാനിന്ന് വന്നേക്കുന്ന ഒരു ചക്കയുടെ കുട്ടി വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമുക്ക് രണ്ടല്ല പച്ചച്ചക്ക കിട്ടിയിട്ടുണ്ട്. അതിലൊന്നിനെ എടുത്ത് നമ്മൾ കറി വെച്ചു, ഒന്നിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. വരിക്കച്ചക്കയാകും പഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിറ്റേ ദിവസമാണ് മനസ്സിലായത് പണി കിട്ടിയിട്ടോ ഇത് വരിക്കച്ചക്കയല്ല കുഴച്ചക്കയാണെന്ന്. എല്ലാം കൂടെ തിന്നു തീർക്കാൻ പറ്റുമോ? എന്ത് കാട്ടും? നമുക്ക് അന്ന് ഹൽവ ഉണ്ടാക്കി വെക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ട സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ തന്നെ അതിനെ അരച്ചാണ്ട് നമ്മൾ അടുപ്പത്ത് കയറ്റി മിക്സിയിലൊന്ന് അരച്ചിട്ടേ പിന്നെ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ട് 3/4 കിലോ ശർക്കരയും കൂടെ ഉരുക്കി ഒഴിച്ചു കേട്ടോ. കുറച്ച് ഏലക്കയും ചതച്ചിട്ടുണ്ട് കേട്ടോ. അത് തിളച്ച് വന്നപ്പോഴത്തേക്കും ടപ്പയ്യെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി കേട്ടോ. പൊട്ടിത്തെറിച്ചിൻ്റെ കയ്യിലും കഴുത്തിലും കണ്ണില്ല മുഖത്തൊക്കെ വീണ് കേട്ടോ. ആകെ കയ്യിലൊക്കെ നല്ല പൊള്ളൽ വെച്ച് കേട്ടോ. പെട്ടെന്ന് ഞാൻ ഗ്ലൗസൊക്കെ എടുത്തിട്ട് പിന്നെ ടൈറ്റ് ആവുന്നതനുസരിച്ച് ഞാൻ അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും മാറി മാറി ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ടൈറ്റായി വന്ന സമയത്ത് പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ കോൺഫ്ലോർ പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അല്ലാതെ വേറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ടൈറ്റായി ഈ ഒരു പരുവ് എത്തിയപ്പോൾ ഉണ്ടല്ലോ, ഇത് ഒന്നിച്ച് നമ്മൾ ഇളക്കുന്നതനുസരിച്ച് ഇത് ഒന്നിച്ച് ഘട്ടത്തിൽ കറങ്ങും കേട്ടോ. അത് കഴിയുന്ന സ്റ്റേജിലാണ് നമുക്ക് ഇതിൻ്റെ എണ്ണയൊക്കെ തിരിച്ച് ഊറി വരുന്നത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കൈവിടാതുള്ള ഇളക്കലായിരുന്നേ. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ ഊറി വരും കേട്ടോ. നമ്മൾ ഒഴിച്ചതിൻ്റെ പകുതിയോളം എണ്ണ ഇങ്ങനെ ഊറി പുറത്തേക്ക് വരും. നമ്മൾ അണ്ടിയും മുന്തിരിയൊക്കെ വറുത്തതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം തയ്യാറാക്കി എടുക്കാൻ ഒരു 2 മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ കൈവിടാതുള്ള ഇളക്കമായിരുന്നു കേട്ടോ. കണ്ടില്ലേ അതിങ്ങനെ കറങ്ങി വരുന്നത്. ഇതിന് ശേഷമാണ് കേട്ടോ എണ്ണ ഇങ്ങനെ ഇപ്പോൾ തന്നെ സൈഡിലൊക്കെ നോക്കി കാണാൻ പറ്റും. എണ്ണയൊക്കെ ഇങ്ങനെ ഊറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഊറി വന്നതിന് ശേഷം ആ ചൂടോടെ തന്നെ നമ്മളൊരു വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് മാറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ഓവർനൈറ്റ് വെച്ചിട്ട് നമ്മൾ രാവിലെയാണ് കേട്ടോ കട്ട് ചെയ്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹൽവ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.